إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ, നിർദ്ദേശനത്തെ, ಜೀವನತೆ ಎಲ್ಲಾ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹ್ರೆ ಸೂಕ್ಷಿಸಿಟ್ಟು ಜೀವನಾಕೊಂಡು ಸ್ವಂತ ನಫ್ಸರ ಮರುಕಂಟ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸೀಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಜೀವನತೆ ಎಲ್ಲಾ ಘಟ್ಟದಲ್ಲೂ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവനാക്കരെ. യഥാർത്ഥ മുത്തഖമാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിമാര്, സത്യവിശ്വാസിങ്ങ നിരീക്ഷപിച്ചിട്ട് കാത്തുകൊണ്ടുള്ള ഒരു തിങ്കളെത്തിക്കറ് പരിശുദ്ധമായ റമളാൻ തിങ്കൾ. ആ റമളാൻ തിങ്കളെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഖുതുബത്തില് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്നെങ്കിലും ആ പുണ്യം നിറഞ്ഞ റമളാൻ തിങ്കളുടെ വിഷയത്തിലും ഇന്നത്തെ ഖുതുബത്തില് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിലു എത്ര കാലത്തോളം ജീവിക്കുള്ള അവകാശത്തെ അല്ലാഹു തന്റെ ചൊന്ത് ഞങ്ങൾക്ക് അറിവുകൊണ്ടില്ല. കാരണം ഒരാൾക്ക് എപ്പ അവന്റെ മരിപ്പ് എപ്പ സംഭവിക്കുന്ന ചൊല്ലു ഒരു മനുഷ്യർക്ക് ചൊല്ലു സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചെമ്മ റമളാൻ തിങ്കളിങ്ങ കഴിഞ്ഞുപോയി. എത്രമാ റമളാൻ തിങ്കള് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എന്നെങ്കിലും ഇതാ പാട് ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ റമളാൻ തിങ്ങൾക്ക് എത്തിപ്പാട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ തിങ്കളിൽ നോമ്പ് അനുഷ്ഠിക്കുകയും അതിന് പ്രതിഫലം നേടിയെടുക്കുള്ള ആയുസ്സുരം ആരോഗ്യത്തെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തേത്, ഈ നോമ്പ് ഞങ്ങൾ പിടിക്കൊണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ആയുസ് തരണം, അതേപോലെ ആരോഗ്യം വേണം. ഇത് രണ്ടു വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
കാരണം പൂർണ്ണമായ ഒരു റമലാൻ ഒരു മനുഷ്യക്ക് കിട്ടച്ചൊന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിട്ടിക്കരുത്. 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അവൻ അനുഷ്ഠിക്കലും അതിലുള്ള എല്ലാ പ്രതിഫലത്തെ നേടിയെടുക്കുന്നതും അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവന്റെ വലിയ സൗഭാഗ്യമായിട്ടിക്കരുത്. കാരണം അത്ര വാഫറുങ്ങ അത്ര പ്രതിഫലങ്ങ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിങ്ങളിൽ വെച്ചിരാൻ എത്ര തോൽച്ചെന്നെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടുണ്ട്. ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദതി ശയാത്തീൻ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, റമളാൻ ബന്നെങ്കിൽ സ്വർഗത്തെ ബായിലിങ്ങ തുറക്കൽപെട്ട് നരകത്തെ ബായിലിങ്ങ മുച്ചൽപെട്ട് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥ ഒരു മനുഷ്യൻ റമളാൻ തിങ്കളില് അവന്റെ ജീവിതത്തെ എല്ലാ രൂപത്തിലും അവന് ക്ലിയർ ആക്കി എടുത്തേണ്ടെങ്കിൽ ശുദ്ധിയാക്കി എടുത്തേണ്ടെങ്കിൽ അതവന്റെ മനസ്സുകൊണ്ടുള്ള ശുദ്ധിയാവട്ടെ, സമ്പത്ത് കൊണ്ടുള്ള ശുദ്ധിയാവട്ടെ, എല്ലാത്തിലും ജീവിതത്തെ എല്ലാ ഭാഗത്തിലും അവന് അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് സ്വർഗം കൊടുക്കുന്ന വിഷയത്തിൽ യാതൊരു സംശയം ഇല്ലാണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. വദാലിക ഫീ കുല്ലി ലൈല. നരകത്തെ ലിസ്റ്റിൽ നിന്ന് സ്വർഗത്തെ ലിസ്റ്റിൽ കടന്നു പോകേണ്ടത് റമളാന്റെ എല്ലാ ജാവലും നടക്കുന്നു ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്ര മഹത്വമുള്ള തിങ്കളായിട്ട് റമളാൻ തിങ്കൾ ഇത് ചെറിയായിട്ട് കാണുകയില്ല, ഇതൊരു നിസ്സാരമായിട്ട് കാണുകയുള്ള വിഷയമല്ല. എന്നെങ്കിലും ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മുഅ്മിനെ സംബന്ധിച്ചിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിച്ചയിൽ പിന്നെ സുഖത്ത് ജീവന് കിട്ടും. മരണാനന്തര ആരുമില്ലാണ്ട്, ആറ് സപ്പോർട്ടായിട്ടില്ലാണ്ട്, ആരും ഒരു ഒത്താശ ഇല്ലാണ്ട് ഒരുത്തനായിട്ട് ജീവിക്കുന്ന പോലത്തെ ഒരു ജീവനത്തില് അവിടെ ഞങ്ങൾക്ക് അള്ളാന്റെ പക്കൽ സുഖം കിട്ടണം. അത് കബറിലാവട്ടെ, നാളെ മഹ്ശറിലാവട്ടെ. ഇന്ന മഹ്ശറിൽ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗ നരകത്ത് തീരുമാനം എടുക്കുന്ന സമയത്തില് ആ സ്വർഗ കടന്നു പോയ സന്ദർഭത്തിലാവട്ടെ അവിടെ ഒരാളും സപ്പോർട്ടായിട്ടാ ഒരു ഗ്രൂപ്പ് ഡൗൺ ആവട്ടെ, ഒരു പാർട്ടി ഡൗൺ ആവട്ടെ, ആറ് കാണും. കാരണം ഒരാളും വേണ്ട. അവിടെ സ്വന്തം ഉമ്മಗೆ മോന് വേണ്ട, സ്വന്തം ഉമ്മಗೆ മക്ക വേണ്ട, മക്ക ഉമ്മ വേണ്ട. നഫ്സി 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 നഫ്സിയാ, നന്റെ നഫ്സ് മാത്രമേ നോക്കുന്ന ആള് നബിമാർ ആ മഹിഷത്തിൽ ഗർല് കഴിച്ച് നിൽക്കുന്ന സമയം അങ്ങ് പോലും അള്ളാന്റെ സ്വർഗത്ത് കടന്നു പോണ്ടേ ആ പ്രവാചകന്മാർ പോലും അങ്ങ് ബെർല് കടിച്ച് നിൽക്കുന്ന നാള് അവിടെ നക്ക് രക്ഷ കിട്ടും. അള്ളാന്റെ പക്കൽ ഞാൻ ശിക്ഷിക്കൽപ്പെടും കുട്ടിയതാണ്. അതുകൊണ്ട് എത്തിക്കര് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ തിങ്കളിൽ വലിയ രൂപത്തിലുള്ള ഓഫറുകളെ, വലിയ പ്രതിഫലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരാ. കാരണം ആയുസ് കൊറടിയെത്തിക്കരി ഉമ്മത്തുള്ളത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ നോക്കിയിട്ടെങ്കിൽ അനക്ക് സുദീർഘമായ ആയുസ് അമലെടുക്കുന്ന സമയമായിട്ട് എന്നെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് ആയുസ് കൊറടിയെത്തിക്കരുത്. അല്ലെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പഠിപ്പാറ്റന്നോടെ 150 വർഷ, അങ്ങനെ 1000 വർഷ അതിനെക്കാട്ടി മേൽ ജീവിച്ച ആൾമാർ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയിടും. അത്ര സുദീർഘമായ ആയുസ് ജീവന അനക്ക് ദുനിയാവിലിട്ട് എന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുൽ ആയുസ് 60-70 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റന്നെ ചെറിയൊരു സമയം. കാരണം ദുനിയാവ് ഖിയാമത്ത് നാളത്തെ ഇങ്ങനെ മുട്ട പോയിട്ടുള്ളൂ. മനുഷ്യന്റെ ഹിസാബ് എടുക്കുന്ന ആ ഒരു അവസ്ഥക്ക് ദുനിയാവ് മുട്ട പോയിട്ട് ഖിയാമത്ത് നാളത്ത് മുട്ട പോയിട്ടുള്ളൂ. എന്നെങ്കിൽ ഈ സമയത്തില് മനുഷ്യന്മാർക്ക് ആയുസ് കൊണ്ടിട്ട് എന്തെങ്കിലും അമലുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ടുള്ള പ്രതിഫലത്തെ ഈ ഉമ്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. അതിലൊരു പ്രതിഫലം നിറഞ്ഞ തിങ്കളും കൂടിയായിട്ട് പരിശുദ്ധമായ റമളാൻ തിങ്കൾ. അതുകൊണ്ട് ഈ റമളാൻ തിങ്കൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നന്നാക്കിയെടുത്തിട്ട് ശരിയാക്കിയെടുത്തിട്ട് നാളെ പാരത്രികമായ ജീവിതത്തിൽ അവന് വിജയിക്കും ചൊല്ലി ഉദ്ദേശിക്കുന്നത്. അതേറ്റിക്ക് ഖുർആൻ ചൊല്ലേ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ
فمن زحزح عن النار وادخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരം മരണത്തെ ടേസ്റ്റ് നോക്കുന്നുണ്ട്, രുചി നോക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അങ്ങ് ആക്കിയതുക്ക് പൂർണ്ണമായിട്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹു പ്രതിഫലത്തെ കൊടുക്കുക. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു ചൊല്ല വമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആ രണ്ടത്തിനാൾ നരകത്തിലേക്ക് തടയൽപ്പെട്ടവർ, നരക പ്രവേശമില്ല, അള്ളാന്റെ പക്കൽ ശിക്ഷ കിട്ടില്ല. വഉദ്ഖിലൽ ജന്ന, വിചാരണ തീർത്ത് ആര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കറ ഫഖദ് ഫാസ്, അങ്ങൈത്തിക്കുറൊരു ഗന്തി അയാൾ പരിശുദ്ധ ഖുർആൻ. അങ്ങൈത്തിക്കുറൊരു ദുനിയാവുടെ ജീവിതത്തിൽ ഗന്തി ആൽമാർ. ദുനിയാവ് എന്തിന്നിട്ട് കാര്യമില്ല. നാളെ പരലോകത്ത് ആരൊത്ത സ്വർഗത്തെ എത്തണ അവന് ദുനിയാവുടെ ജീവിതത്തിൽ നിന്നായാളു ഫഖദ് ഫാസ് അല്ലെങ്കിൽ ഗന്തി ആള്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനം എന്ന് പഠിപ്പാത്തല്ല വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ആ സ്വർഗത്തിൽ തടയൽപ്പെട്ടത് ഈ ദുനിയാവുണ്ട്. ഇവിടെ കാണ്ട ചന്തയെല്ലാം, ഇവിടെ കാണ്ട പച്ചെല്ലാം ഉണ്ടല്ലേ, ഇത് നിങ്ങൾ വഞ്ചനയ്ക്ക് വിടും. ആ വഞ്ചനയ്ക്ക് നിങ്ങൾ ബലിയാവണ്ട. ദുനിയാവിടെ പഠിച്ച അല്ലാഹു ദുനിയാവുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പഠിപ്പാക്കല്ലേ. ഊടെ കാണ്ട സൗന്ദര്യത്തെ പെറുത്തുള്ള, ഊടെ കാണ്ട ആ അധികാരത്തെ പെറുത്തുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ പെറുത്തുള്ള നിങ്ങൾ എതിർ പെറു അള്ളാന്റെ ദീന് വിട്ടു പോയെങ്കിൽ നാളെ അവിടെ സ്വത്ത് പോകണം. അവിടെ വിജയിക്കുക സാധ്യമല്ല, അവിടെ ഗന്ധുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒന്നുകൂടി കഴിഞ്ഞപ്പെട്ട ഞങ്ങളെ കൂടെ റമളാനിൽ എത്ര ആൾ മരണപ്പെട്ടു പോയത് ഇതാ പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മുറ്റത്ത് എത്തിപ്പെട്ടില്ല. ഉപയോഗപ്പെടുത്തും, ഉപയോഗമാവണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗമാവണം. ഞങ്ങൾ മനസ്സിലാക്കും ഇത്ര റമളാൻ തിങ്കൾ ഞങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി. നന്റെ ജീവിതത്തില് അതുകൊണ്ട് എന്തായാലും ഒരു ബദലാവണം ഉണ്ടായിടാ, നന്റെ ജീവിതത്തിൽ എന്തായാലും ചേഞ്ചസ് ഉണ്ടായിടാ. അതല്ലേ റമളാൻ തിങ്കൾ വരുമ്പോ ഞങ്ങൾ നല്ല ഇബാദത്തൊക്കെ ആരാധനക്കൊക്കെ എല്ലാം നിൽക്കുക. എന്നെ റമളാൻ തിങ്കൾ തീർന്നാൽ പിന്നെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാവുന്നു. അത് റമളാൻ ഉപയോഗപ്പെടുത്തിയ രൂപത്തിലല്ല. അങ്ങനെ ജീവിതത്തിൽ റമളാൻ തിങ്കൾ ഉപയോഗം വന്നിട്ടില്ല. റമളാൻ തിങ്കൾ ഉപയോഗം വന്നിട്ട് ഒരു മനുഷ്യന് സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്നത് റമളാൻ തിങ്കൾ ഉള്ള ഇബാദത്തുകളെ എത്തിക്കല് പിന്നത്തെ ജീവിതത്തിൽ അവന് ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ അവൻ സമാധാനിക്ക നല്ല ഈ റമളാൻ തിങ്കൾ നക്ക് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് ആ വിഷയം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പഠിപ്പാത്തണ്ട. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തല്ലേ കുല്ലു അമലി ഇബ്നു ആദമ യുദാഅഫുൽ ഹസനതു ഹസറ അംസാലിഹാ ഇലാ 700 ضعف قال الله عز وجل إلا الصوم فإنه لي وأنا أجزي به يدع شهوته وطعامه من أجله. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തല്ലേ ആദമുടെ മക്ക എടുക്കുന്ന പ്രതി ഒരു അമലുക്ക് അല്ലാഹു 10 പിടിച്ച് 700 അത്ര പ്രതിഫലം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് എന്തൊക്കെ അമലെടുക്കണമാ അതിക്ക് 10 പിടിച്ച് 700 അത്ര അല്ലാഹു ഞങ്ങൾക്ക് പ്രതിഫലം തണ്ട. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജല്ല ഇല്ലാ സൗം, നോമ്പ് വിട്ടിട്ടു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തല്ലേ അല്ലാഹു ചൊല്ലേ നോമ്പ് വിട്ടിട്ടു ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അതിക്ക് പ്രതിഫലം കൊടുക്കണം നാമ എത്തിക്കറ. അതുകൊണ്ട് ബാക്കി പ്രതിഫലത്തിന് അല്ലാഹുവല്ലേ, ബാക്കി അമലുക്ക് അല്ലാഹുവല്ലേ പ്രതിഫലം തന്നെ. ഞങ്ങളുടെ നിസ്കാരാവട്ടെ, ഞങ്ങളുടെ സകാത്ത് ആവട്ടെ, അങ്ങനത്തുള്ള ഇബാദത്തിലാവട്ടെ, ഇതൊക്കെ അല്ലാഹു എത്തിക്കുന്ന പ്രതിഫലം തന്നെ. എന്നിട്ട് കൂടെ പ്രത്യേകിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട് ഇല്ല സൗം, നോമ്പ് വിട്ടിട്ട് ചൊന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിക്ക് നാളെ എത്തിക്കപ്പെട്ട പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട്. കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ നോമ്പ് നല്ല നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഞങ്ങൾ ഫജ്റിനെ പിടിച്ചിട്ട് മഗ്രിബ് തോന്നോ തിന്നാണ്ട് കുടിക്കാണ്ടിരിക്കുക അല്ലെ, പല ഹലാലായ കാര്യത്തെ ഞങ്ങൾ ആ സമയത്ത് വിട്ടു നിൽക്കുക അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട്. നമുക്ക് നിസ്കാരത്തിന് പയിച്ചിട്ട് നിസ്കരിക്കോട് ഇസ്ലാം ചൊന്നറാ ഓടില്ല. ഏത് ഇബാദത്തെ നോക്കോ പശി കൊണ്ട് ഒരു ഇബാദത്തെ ഇസ്ലാം പഠിപ്പാറ്റില്ല. നോമ്പ് വിട്ടിട്ടു. അതുകൊണ്ടാ അവന്റെ പല ഹാജത്തിനും പല അവന്റെ തീരുമാനത്തെ സമയത്തിൽ അവന് അനുവദിച്ചിട്ടുള്ള ഹലാലായ പല കാര്യത്തിലും നോമ്പിന്റെ സമയത്തില് അവൻ അതിന് വിട്ടു നിൽക്കുക. അതുകൊണ്ട് ഇല്ല സൗം, നോമ്പ് വിട്ടിട്ടു അതിക്ക് നാളേക്ക് പ്രതിഫലം കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് പഠിപ്പാത്തല്ലേ.
ഈ നോമ്പ് കൊണ്ട്. അത്ര പ്രതിഫലമുണ്ട്, അത്ര മഹത്വമുണ്ട്. എത്രത്തോളം ചെന്നോ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ, ഒരാൾ ഈമാനോട് കൂടി പ്രതിഫലം ആഗ്രഹിച്ചിട്ട് റമളാൻ തിങ്കളുടെ നോമ്പ് അനുഷ്ഠിച്ചിട്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അള്ളാഹു അവന്റെ കഴിഞ്ഞിപ്പോയി എല്ലാ ദോഷത്തെ ചെറിയ പാപങ്ങൾ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുക. എത്ര വലിയ ഓഫർ സഹോദരന്മാരെ. ഞങ്ങൾ കണക്കാക്കും, ഞങ്ങൾക്ക് ഇപ്പൊ എത്ര വർഷമായിട്ട് ഞങ്ങളുടെ ബുദ്ധി വന്ന പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ചെറിയ ദോഷത്തെ അള്ളാഹു സുബ്ഹാനഹു കൊടുക്കണ്ട, വലിയ ദോഷത്തെ അള്ളാഹു ഇവിടെ കൊടുക്കല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തൗബ ബേനയിപ്പിക്കുന്നത്. തൗബ ഇല്ലാണ്ട് അത് പോട്ട് അത് സബഅൽ മൂബിഖാത്ത് 7 മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശിർക്ക് ബില്ലാഹ്, അള്ളാഹു ശിർക്കാക്കേ, സിഹിർ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ 7 വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതൊക്കെ ഒരു മനുഷ്യൻ തൗബാക്കും. അതല്ലാത്ത ബാക്കി എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഇത്ര ഓഫർ വെച്ചതായി റമളാൻ തിങ്കൾ ക്ലീൻ ആയ അവന് ശുദ്ധിയായ അവന്റെ ജീവിത ശുദ്ധിയായിട്ട് പോയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അവനെ നോമ്പോ 2 വിഷയം അല്ലാഹു സുബ്ഹാനഹു റസൂൽ പഠിപ്പിച്ചതല്ലേ. ഈമാന, ഒന്നാമത്തെ ഈമാൻ. കഴിഞ്ഞ ഖുതുബത്തിൽ നിങ്ങൾ അത് കേട്ടോ. ഈമാനില് ഏത് ഇബാദത്തും ഈമാനിലെ ചെറിയ രൂപത്തിലെ കളങ്ക പറഞ്ഞു തീരാ. ഖുർആൻ ചൊല്ലില്ലേ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിമുഅ്മിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനു വിശ്വാസം വെച്ചകൾdige അങ്ങനെ വിശ്വാസം വെച്ചവർ വലം യൽബിസു ഈമാനഹും ബിമുഅ്മിൻ അങ്ങനെ ഈമാനിലെ ഒരു മുൻമു സാന്തങ്ങ കലബരക്കാക്കിയിട്ടില്ല. അങ്ങനെ ഈമാനിലെ ആ ഈമാൻ കൊഞ്ഞു പോന്ന പോലത്തെ ഒരു വിഷയം അങ്ങ് കൊന്നു വന്നിട്ടില്ല. ആര്? സത്യവിശ്വാസിക. അങ്കൈത്തിക്കര് ഉലൈക ലഹുൽ അംന്, അങ്ക് നിർഭയത്വം ചൊല്ലുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പീഡിക്കുകയില്ല. ഈ ദുനിയാവിലാവട്ടെ നാളെ ആഖിറത്തിലാവട്ടെ അങ്ക് ഭയപ്പാടില്ല. ആർക്ക്? അള്ളാഹുടെ മേൽ യഥാവസ്തുതമായിട്ട് അടിവച്ച് ഈമാൻ വെച്ച് മുഅ്മിനീങ്ങൾക്ക് ഈ ദുനിയാവ് അല്ലാഹു ചൊല്ലേത് അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് ഞാൻ പറഞ്ഞത് ഉലൈക ലഹുൽ അംന്. അമ്മ ചൊല്ലെങ്കിൽ നിർഭയത്വ, പേടിയില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ, വഹും മുഹ്തദൂൻ അങ്ങൈത്തിക്കോൾ സന്മാർഗത്തില്ലല്ല, നേർമാർഗത്തില്ലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പഠിപ്പിട്ടല്ല. അതുകൊണ്ട് നോമ്പ് പിടിക്കുന്നുണ്ടായി, നോമ്പ് അള്ളാഹു ഞങ്ങളിൽ നിന്ന് ആ നോമ്പ് പ്രതിഫലം തരുന്നുണ്ടായി, ഈമാൻ ഭദ്രമാവും. ഈമാന്റെ ചെറിയ രൂപത്തിൽ ശിർക്കും വിശ്വാസ കർമ്മ വന്നിട്ടുണ്ടായി. അതുകൊണ്ടല്ലേ നോമ്പുടെ ആയത്ത് നോമ്പ് നിർബന്ധാക്കിയ ആയത്ത് ഇറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് തുടക്കത്തെ ചൊല്ല് യാ അയ്യുഹല്ലദീന ആമനു ചൊല്ലു, വിശ്വസിച്ചങ്ങനെ ഈമാനുള്ള ആൾമാര്. യാ അയ്യുഹന്നാസ് അള്ളാഹു വിളിച്ചിട്ടില്ല. കാരണം എല്ലാ മനുഷ്യന്മാർ നോമ്പ് പിടിച്ചത് ശരിയാവില്ല. അതൊക്കെ ചില നിയമമുണ്ട്, ചില കണ്ടീഷനുണ്ട്. അതിൽ ഒന്നാമത്തത് ഈമാൻ പൂർണ്ണമാവും. അവന് മുസ്ലിം ആവുന്നു, നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിമായി മാത്രമല്ല അവന്റെ ആ ഈമാന്റെ ഭദ്രമായിട്ട് പോയിക്കോണം. അതുകൊണ്ടാ യാ അയ്യുഹന്നാസ് തന്നറിയിച്ച് വിശുദ്ധ ഖുർആനില് അതായത് ചില ഇബാദത്തിൻക്ക് അതിക്ക് പ്രതിഫലമുണ്ട് ചൊല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുമ്പോ അവിടെ ബിലിക്ക് അല്ലാഹു യാ അയ്യുഹന്നാസ് തല്ല യാ അയ്യുഹല്ലദീന ആമനു ചൊല്ലും. കാരണം വിശ്വാസം ശരിയില്ലാത്തതുകൊണ്ട് എന്തു അമലും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നുമ്മു ചൊല്ലുകൂടെ ഏറ്റവും വലിയ നുമ്മു ശിർക്കായിട്ടിക്കരുത്. അത് കലബരക്കെ ആക്കാത്ത ആൾമാർ അങ്ങനെ ഈമാണ്ട് അങ്ങ് അമ്മുണ്ട് അങ്ങേറ്റിക്കോ സന്മാർഗത്തിൽ ആൾമാർ ചൊല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പഠിപ്പാട്ടാണ്. അതുകൊണ്ട് അത്ര പ്രതിഫലമുണ്ട് സഹോദരന്മാരെ. പുറത്തു കണ്ട അള്ളാഹു ഞങ്ങളുടെ ജീവിത ശുദ്ധിയായിട്ട് പോയി ചൊല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, നോമ്പു അത് ബൈത്തുക മാത്രമല്ല നോമ്പു അല്ലെ. ഞങ്ങൾ ദാഹിച്ചിട്ടിക്കട, നല്ല പശു കൊണ്ടിക്കട, ഇപ്പൊ നല്ല ചൂടുണ്ടു, ശരി, ഇത്ര പ്രയാസത്തെ സഹിച്ചിട്ട് ഞങ്ങൾ ഫജ്റിനെ വെച്ച് മഗ്രിബ് ടോം തിന്നായിട്ട് കുടിക്കാനായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക. ആ നോമ്പ് ഞങ്ങളെ റബ്ബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കും. അത് സ്വീകരിക്കോ തടസ്സമായ ഒരു വിഷയിപ്പിക്കരുത് ഞങ്ങളെ നാവും. ഇത് ഭാരി ജാഗ്രതാക്കണം. കാരണം അള്ളാഹുക്ക് പശി കൊണ്ട് അള്ളാഹു എന്ത് ഉദ്ദേശിക്കില്ല. ബദലായിട്ട് ഞങ്ങളെ കണ്ണും ഞങ്ങളെ കാതും ഞങ്ങളെ നാവും ശരീരത്തെ എല്ലാ അവയവത്തിനും നോമ്പ് കൊടുക്കണം. കാലി ബൈത്തിക്ക് മാത്രമല്ല നോമ്പുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ
ஒரு மனுஷன் அவன் பாப்பத்தை பழக்கப்படுல, வெடுக்கத்தரத்தை பழக்கப்படுல, வெடுக்கத்தரத்தை அமலம் முடியல, என்னெങ്കിലും அவனு பயிற்சி தெச்சது கொண்டா தாயிச்சது கொண்டா அல்லாஹ் ஒன்னும் வேண்ட சிந்தைக்கு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ரப்புக்கு ஒன்னும் வேണ്ട. நான் നോമ്പിടിച്ചിര നല്ല ദാഹമുണ്ട്, പസിയുണ്ട്, എല്ലാം ഉണ്ട്. ನನ್ನ നാവിലൂടെ ಇನ್ನೊಬ್ಬರ ഇജ്ജത്ത് ನಾನು ಉಪദ്ರവിക്കുന്നിಲ್ಲ, ನನ್ನ നാവ് കൊണ്ടൊരുത്തർക്ക് പ്രയാസം കൊടുക്കുന്നില്ല, ನನ್ನ സ്വഭാവ കൊണ്ടൊരുത്തർക്ക് പ്രയാസം കൊടുക്കുന്നില്ല, ನನ್ನ അഖ്ലാഖ് കൊണ്ടൊരുത്തർ ബുദ്ധിമുട്ട് കൊടുക്കുന്നില്ല. വേണ്ട, അവൻ പൈക്കിற അകത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ദാഹിക്കിற അകത്തിയില്ല. ആ നോമ്പ് അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കില്ല. എത്രത്തോളം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇദാ കാന യൗമു സൗമി അഹദികും فلا يرفث ولا يسخب فإن سابه أحد أو قاتله فليقل إني صائم. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, നിങ്ങളിൽ ആരും നോമ്പിന്റെ സമയത്തില് അശ്ലീലമായ കലഹത്തിൽ ഏർപ്പെടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ലീലത്തെങ്കിൽ വേണ്ടാത്ത ശബ്ദത്തെ ഉപയോഗമാക്കിത്തീരാ, വേണ്ടാത്ത അമലിൽ നിങ്ങൾ ഏർപ്പെടുകയോ നബി സല്ലല്ലാഹു. എത്രത്തോളം ചെന്നെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു ಹೇಳ್ತಾയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എതിരായിട്ട് എന്തായാലും ചൊല്ലിട്ടായെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഗലറ്റാക്കോ നിക്കോ തീരാ, അടിപിടിയാക്കോ നിക്കോ തീരാ. അപ്പൊ നിങ്ങൾ ചൊല്ലുനായ കൊലക്ക ഇന്നി സ്വായിമുൻ, ನಾನು നോമ്പുകാരനായിട്ടിരിക്കിற. കാരണം ഞാനങ്ങനെ തിരിച്ചു തന്നെ ಹೇಳ್ತಾയെങ്കിൽ നന്റെ നോമ്പ് മുറിഞ്ഞു പോകും, നന്റെ നോമ്പ് ബാത്തിലായി പോകും. ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിട്ടിരിക്കിற ചൊല്ലിದ್ರ ಅರ್ಥ മഗ്രിബ് നോമ്പ് തുറന്നിട്ട് ഞാൻ നോക്കുറಂತಲ್ಲ, ബദലായിട്ട് ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും അവന്റെ ആ സ്വഭാവ പാലനാക്കും, സ്വഭാവ പാലനാക്കും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി സ്വായിമുൻ, ചിലപ്പോ ആരെങ്കിലും പറയുവോ, എന്തെങ്കിലും ചൊല്ലുവോ, എന്തെങ്കിലും പ്രയാസത്തറിയോ, അങ്ങനെ കൊണ്ട് നിങ്ങൾ ആവണ്ട. നോമ്പ് സമയത്തിൽ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ പെരുമാറണ്ട. കാരണം നോമ്പ് തിങ്കൾ ചെല്ലുന്നത് ഒരു ട്രെയിനിങ് തിങ്കളായിട്ടിരിക്കുന്നത്, പിന്നെ പണ്ട് കോലുന്ന തിങ്കൾ പിന്നെ ട്രെയിനിങ് ആയിട്ടിരിക്കുന്നത്. അതിനെ സ്പഷ്ടമായി അള്ളാഹു അതിൽ പരിശീലിപ്പിക്കുക. ഒരു മിലിറ്ററിക്ക് പോകണമെങ്കിൽ ജോയിൻ ആവണമെങ്കിൽ ആ മിലിറ്ററി അവന് പൂർണ്ണമായിട്ട് ഒരു മിലിറ്ററി ആയിട്ട് തീരുകൂ. എത്ര ടെസ്റ്റുകളുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ടങ്ങനെ. അതേപോലെ ഞങ്ങൾ പിന്നത്തെ റമളാൻ തിങ്കൾ കഞ്ഞി പണ്ട് തിങ്കൾ മുല്ല് ഒരു ട്രെയിനിങ് ആയിട്ടിരിക്കുക. ആ ട്രെയിനിങ് എടുത്തിട്ട് റമളാൻ തിങ്കൾ തീങ്ങൾ പിന്നെ ആ ട്രെയിനിങ് ഒക്കെ മറന്നിട്ട് പല ജീവിതത്തല്ല ഞങ്ങൾ കടന്നു പോകുന്നില്ലത്. ബദലായിട്ട് ആ റമളാൻ തിങ്ങൾക്കുള്ള ജീവിതം ഇട്ടിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് അത് എങ്ങനെ ഇട്ടിക്കോറു നാളെ സ്വർഗത്തിൽ കടന്നു പോണ്ട ആൾമാർ. അതുകൊണ്ട് ഈ നാവിടെ ഭാര്യയെ ജാഗ്രതാക്കണം. ഒരു മനുഷ്യന്റെ എത്രക്ക് എത്തുപോണ്ടത് അതേ മനുഷ്യന്റെ പരാജയത്തിന് ഈ നാവ് കാരണമാവും. അതുകൊണ്ട് മുല്ലില്ല എങ്ങനെ പിന്നെ തിരിത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നോമ്പിന്റെ വിഷയം ചൊല്ലുമ്പോ ഈ കാര്യത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായിട്ട് പഠിപ്പാട്ടുണ്ട്. ഒരിക്കലും അത് പാടില്ല. അങ്ങനെ ആക്കിയിട്ടെങ്കിൽ ഞങ്ങൾ നോമ്പ് വ്യക്തമായിട്ടിരിക്കരുത്. ഇന്ന് ജന്റെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പട്ടിണിയിലുള്ള മനുഷ്യന്റെ പട്ടിണിയെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തന്ന അല്ലേ. സുബൈക്ക് പിടിച്ചിട്ട് മഗ്രിബത്തോട് പൈച്ച് തേക്കുമ്പോ ആ പശി കൊണ്ട് ഞങ്ങൾ എത്ര പ്രയാസപ്പെട്ട, ആ ദാഹം കൊണ്ട് എത്ര പ്രയാസപ്പെട്ട. ഇങ്ങനെ എത്തിക്കരുത്. ഞങ്ങൾ ചുറ്റുമുത്തലും ഞങ്ങളെ റായത്തിലും ചില ആൾമാർ പട്ടിണിയിൽ നിൽக்கிறோம், പ്രയാസത്തിലിരിக்கிறവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ഈ നോമ്പിലൂടെ മനസ്സിലാക്കുക എത്തിക്കരുത്. എങ്ങനെ എത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് ആ പട്ടിണികളിലേക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് ചൊല്ലുന്നത് പഠിപ്പാട്ടല്ല. ഇതിലൊക്കെ ഈ റമളാൻ തിങ്കൾ സക്കാത്ത് തിങ്കളല്ല, എന്തെങ്കിലും ഇതൊക്കെ ക്ലിയർ ആവും. ഞാൻ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് എന്റെ സ്വത്ത് സമ്പത്തിന്റെ വിഷയത്തിലും ക്ലിയർ ആയില്ലെങ്കിൽ അത് ശരിയല്ല. അതിലും ക്ലിയർ ആവും, സമ്പത്തിലും ക്ലിയർ ആവും, എല്ലാത്തിലും അവൻ ഈ തിങ്കളിൽ ക്ലിയർ ആവും ചൊല്ലിട്ട് ഈ സമയത്തില് എന്റെ മറക്കാണ്ട് നിങ്ങൾക്ക് എല്ലാത്തും ചൊല്ലും ഉദ്ദേശിച്ച സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്ര വർഷം കഴിഞ്ഞിപ്പോയ റമളാൻ തിങ്കള് നന്റെ ജീവിതം എങ്ങനെ ഇന്ന് എങ്ങനെ ആയിട്ട് പിന്നെ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ആവുക തീരാ ഇൻഷാ അല്ലാഹ്. ഈ റമളാൻ തൊൽക്കുന്ന വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി അള്ളാഹിന്റെ പ്രതിഫലം കിട്ട് യഥാർത്ഥ സത്യവിശ്വാസിമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമത്തെ നിർദ്ദേശത്തെ
ಅನುಸರಿಸಿ ಜೀವಿಕನ ಸ್ವಂತ ನಫ್ಸಿನ ಮರ್ಕಂటే ഓരോരുത്തರಿಗೆ ഉപദേശ ആക്കിയിട്ടില്ല, വസിയത്താക്കിയിട്ടില്ല. സഹോദരന്മാരെ, രണ്ടാമത്തെ ഖുത്ബത്തെ മനസ്സിലാക്കുള്ള വിഷയ നോമ്പിനെ സംബന്ധിച്ചിട്ട് ചില ഫിഖ് പരമായ 2-3 വിഷയത്തേക്ക്. ഒന്നാമത്തേത് തങ്ങ എപ്പോഴും മനസ്സിലാക്കണു, ഏതോ ഒരു അമൽ എടുക്കണ്ടെങ്കിൽ അതിക്ക് നീയത്ത് പ്രധാനമായിട്ടിരിക്കരുത്. നീയത്തില്ലാത്ത ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് சொல்லிட்டு നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടാണ്. എത്രത്തോളം ചൊല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല വിഷയത്തിൽ നീയത്ത് വെച്ചിട്ടും അയാൾക്ക് എത്തില്ലെങ്കിൽ ആ നീയത്ത് അള്ളാഹു പ്രതിഫലം കൊടുക്കുക ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടല്ലേ. അതുകൊണ്ട് ഇന്നമല്ല അമാലു ബിന്നിയ്യ, ഒന്നാമത്തെ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാട്ടാണ്. ഏത് അമലുകും ഏത് പ്രവർത്തനവും നീയത്ത് വേണം. എന്ത് നീയത്ത് കൊണ്ടേക്ക് നാ എടുക്കുന്ന ചൊല്ലില്ല വിഷയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കരുത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു റമളാൻ തിങ്കളുടെ നോമ്പിനെ സംബന്ധിച്ചിട്ട് മല്ലം യജ്മഅ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ആറ് ഫജ്റിന് മുന്നോൾ, അതായത് ഫജ്ർ ബാങ്ക് മുന്നോൾ നീയത്ത് വെക്കില്ലേ അവനുക്ക് നോമ്പ് ഇല്ല ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർലായ നോമ്പുകു കഡ്ഡായമായിട്ട് ഫജ്ർ ബാങ്ക് മുന്നോളോ ഞങ്ങൾ നീയത്ത് വെക്കണം. സുന്നത്ത് നോമ്പുണ്ടായെങ്കിൽ ചിലപ്പോ ബാങ്ക് കഴിഞ്ഞ് പിന്നെ സുന്നത്ത് നോമ്പ് നീയത്ത് വെച്ചെങ്കിൽ അത് ആ നോമ്പ് സ്വീകരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിടിച്ചത്. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൈച്ചിട്ടിക്ക് ഔത്ത് പറഞ്ഞിക്ക് ആയിഷറല്ലാവന്റേക്ക് എന്ത് ഉണ്ടോ ആയിഷക്കാർക്ക് എന്തില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നോമ്പ് പിടിக்கிறேன், കാരണം എന്ത് തിന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് പിടിച്ചത് ഉണ്ട്. അതുകൊണ്ട് അത് കദ്ദായ നോമ്പ് ബാധിക്കുന്നില്ല. കദ്ദായ നോമ്പുകോ ഫർലായ നോമ്പുകോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഖബ്ലൽ ഫജ്രി, ഫജ്റിക്ക് മുന്നോളായിട്ടിരിക്കണം അവൻ എന്താക്കണോ നീയത്ത് വെക്കാൻ ചൊല്ലിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നീയത്ത് എല്ലാ 30 നോമ്പും ഒരു നാളല്ല വെക്കരുത്. എല്ലാ നോമ്പും പ്രതി നോമ്പും ഓരോ നാള് അവന് നീയത്ത് വെക്കണം. ചില ആൾ അങ്ങനെ മനസ്സിലാക്കിയോ 30 നോമ്പും 1st നോമ്പിലെ എല്ലാം നീയത്താക്കി വിട്ടത് അതല്ല. ബദലായിട്ട് പ്രതി ഒരു നോമ്പുകോ ഫജ്ർ ബാങ്കിലേക്ക് മുന്നോ അവൻ എന്താക്കണോ നീയത്ത് വെക്കണം. രണ്ടാമത്തേത് സഹരി ഉണ്ണുന്നത് അല്ലെങ്കിൽ അത്താഴ ഉണ്ണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. അതെ, നിങ്ങൾ അത്താഴ ഉണ്ണോറോ നിങ്ങൾ സഹരി ഉണ്ണോ ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അല്ലാഹു ബർക്കത്ത് വെച്ചരാ, അതിൽ അല്ലാഹു അനുഗ്രഹത്തെ വെച്ചരാ. തീർച്ചയായിട്ടും അനുഗ്രഹത്തെ അല്ലാഹു വെച്ചരാ. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ വെച്ചരാ. ആ ഫുഡ് ലൈറ്റിക്ക് മഗ്രിബ് വാങ്ങിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക. സഹോദരന്മാരെ നോക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ 3 വക്ത് തിന്നെങ്കിലും അപ്പപ്പ തന്നെ കുറിച്ചോണ്ടിരിക്കുക, അപ്പപ്പ ദാഹിച്ചോണ്ടിരിക്കുക. എന്നെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കുക. ആ അത്താഴ ചൊല്ല് സഹരി ചൊല്ലത് എന്നെങ്കിലും ആ സമയത്ത് തിന്നോ, എന്നെങ്കിലും തിന്നോ. ഇന്ന് ചില ആൾമാർക്ക് ചോറാവില്ല, അല്ലെങ്കിൽ എന്തായാലും ഒരു ഈത്തപ്പഴായാലും ആ സമയത്ത് ഞങ്ങൾ എന്താക്കുന്നു തിന്നണോ. അള്ളാഹു അതിൽ അനുഗ്രഹം വെച്ചിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ അത്താഴ ഒന്നൊരു വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ചെമ്മ ബേഗല്ല അത്താഴ ഒന്നുണ്ട്, സഹരി ഒന്നുണ്ട്. ചെമ്മത്തെ ആൾമാർ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബാങ്ക് 5 ഗಂಟೆಗೆ അതേപോലെ 5 ഗಂಟೆಗೆ ഒരു 3.5 ഗಂಟೆ എഞ്ചിട്ട് ചോറിലിട്ട് ഉറങ്ങിയിട്ട് പിന്നെ പൈച്ച് ബൈറുമായിട്ട് നോമ്പ് കൊണ്ടത് ഇത് ഇസ്ലാം നിരോധിക്കരുത്. കാരണം ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കില്ല. അത് യഹൂദിമാരുടെ ഒരു സംസ്കാരമായിട്ടേക്ക്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തസഹർന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قمنا الى الصلاه قيل كم كان قال قدر 50 ആയ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് ചൊല്ലರು ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അത്താഴ ഉണ്ടാ സഹരി ഉണ്ടാ. എന്നിട്ട് അവിടെ പ്രശ്നമെടുത്ത് ആ സഹരിക്കും ആ ഫജ്ർ നിസ്കാരത്തുള്ള സമയത്ര നോക്കുമ്പോ ബാങ്ക് സമയത്ര നോക്കുമ്പോ അവിടെ അങ്ങ് ചൊന്നത് ഖദറു 50 ആയ. 50 ആയത്ത് ഓടുക എത്ര സമയം വേണു അത്ര ആയത്ത് മുന്നോളേക്ക് ഞങ്ങൾ സഹരി ഉണ്ട് ചൊല്ലോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തെ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതായത് ഒരു ചെറിയ നേരം ബാങ്ക് ഒരു ചെറിയ നേരം മുന്നോട്ട് എത്തിക്കണോ ഞങ്ങൾ അത്താഴ ഉണ്ണനായത് സഹരി ഉണ്ണനായത് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണോ. മൂന്നാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണം. നോമ്പ് തുറക്കുന്ന വിഷയത്തില് ചെമ്മ ആളുമാർ ഒരു വിശ്വാസമായിട്ടേക്ക് രണ്ടാമത്തെ മുട്ട ഒരു പല്ലുണ്ടോ, രണ്ടാമത്തെ തെല്ല് ദൂരത്ത് ഒരു പല്ലുണ്ടോ. ആ ദൂരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കരുത്. ചില ആൾമാർ ഒരു വിശ്വാസമായിട്ടേക്ക് ഇല്ല ഉടമെ ബാങ്കാവും ഉടമെ തുറക്കണോ. അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാം വെച്ചിട്ടില്ല. സഹോദരന്മാരെ സമയത്തിനെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം മുറിക്കൊണ്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ചെന്നെങ്കിൽ അവന് ഖൈറിനിക്കിற നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലേ ഖാല ലാ യസാലു الناس بخير ما അജ്ജൽ الفطر. അതെ, ആൾമാർ ഇഫ്താർ വിഷയത്തില് അർജന്റ് ആക്കുന്ന കാലത്തോളം അത് ഖൈർ നിൽക്കണം. അതിനർത്ഥ
ನೋಂಬು ಮುರಿಕಿರ ಸಮಯ ಅಂತ ಮುರಿಕೊಳ್ತೈತಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಅದು ನಂದೇ ಜಮಾತ್ರ ಬಾಂಗಾವಟ್ಟು ಔಡ್ರ ಬಾಂಗಾವಟ್ಟು ಊಡ್ರ ಬಾಂಗಾವಟ್ಟು ಕಾಪೋಗಿಲ್ಲ. ಕಾರಣ ಅದು ಯಹೂದಿರ ಸಂಸ್ಕಾರ ಮೆಟ್ಟಿಕ್ರ. ಆ ಹದೀಸರ ವಿಶದೀಕರಣ படிப்பாட்டல்லರು யஹூதி மாறு அங்க நோம்பு பிடிச்சோம். அதுல நோம்பு எங்க சொன்னீங்க, அங்க ஜாவு சின்ன மூடியை பின்னேத்திக்கிறது அங்க நோம்பு தர்றேன்னு. അങ്ങനെ പോലെ നിങ്ങൾ ആവുക തീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയമായിട്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നോമ്പ് മുടിക്കണം. ആ സമയത്ത് നിങ്ങൾ ഹൈർലിക്കോർച്ചോട്ടോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥന ദാഹ പോയിട്ട് നാടി നറമ്പോ അതേ ചണ്ടിയായിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും ചൊല്ല ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീയത്ത് വയ്ക്കുന്നു, അത്താഴം ഉണ്ണണു, അത് ബാങ്കിന്റെ തെല്ലു നേരം മുതലാവണു. അതേപോലെ നോമ്പിന്റെ സമയമായിട്ടാണെങ്കിൽ അത് മുറിച്ചു കളയണു. അതേപോലെ ആ സമയത്തിന്റെ പ്രാർത്ഥന ഇത്തരം വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ സഹോദരന്മാര് പ്രത്യേക വർഷത്തെ പോലെ ഈ വർഷം ഈ പള്ളിയില് ഇഫ്താറിന്റെ വ്യവസ്ഥ ഉണ്ടോ, നോമ്പ് തുറക്കുന്ന വ്യവസ്ഥ ഉണ്ടോ. ഒരു നാളില് 1700 രൂപയ്ക്ക് നിശ്ചയിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും അത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൊടുക്കണു. അത് പ്രതിഫലമുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിത്ല അജ്രിഹി. നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമേ നോമ്പ് തുറപ്പാട്ടി കൊടുക്കണം ഉണ്ട് ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ വിഷയത്തെ കൃത്യമായി പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിக்கிறாங்க ഇൻഷാ അല്ലാഹ് ഇവിടെ കമ്മിറ്റി ഭാരവാഹികമായിട്ട് അത് സംബന്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ ചൊല്ലിട്ട് ഈ സന്ദർഭത്തിൽ ഗമനത്തെ വന്നിട്ടില്ല. വലിയൊരു പ്രതിഫലത്തെ വിഷയത്തേക്ക് 10, 40, 50, 30 മുട്ട ഇവിടെ നോമ്പ് തുറക്കിക്കുന്നവർ അതിലെല്ലാം പ്രതിഫല തീർച്ചയായിട്ടും അള്ളാഹു കണ്ട. അതുകൊണ്ട് ഈ വിഷയത്തില് ഞങ്ങൾ എല്ലാവരും ഗമനത്ത് വഹിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ തിങ്കളില് ഈമാനോട് കൂടി നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ സഹോദരന്മാരെ ഒരു വിഷയം കൂടി ചൊല്ലുകൊണ്ടു നമുക്ക് ഗൊಂತುಂಡು വഖഫിന്റെ വിഷയത്തില് അത് ನಾನು വിശദീകരിക്കൊണ്ടില്ല. ഇവിടെ എല്ലാവരും ഗൊಂತುಂಡು അതുമായിട്ട് ഇന്റൊരു മൈക്കാലത്തിലൊരു ചെറിയൊരു പ്രതിഭಟನೆ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ಯಾರ ಸಂಖ್ಯೆಯಲ್ಲಿ ഇതിൽ ഭാഗവഹിಸணும். ಕಾರಣ 6, 7 ಪಾರ್ಟಿ 7 ಗ್ರೂಪ್ ಆಗ್ತದೆ ಅಂತಲ್ಲ ನೋಡ್ರಿ. ಬದಲಾಯ್ತು ಇದು ಮೊತ್ತമായിട്ട് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഒരു വലിയൊരു അപകടമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആയത്തിൽ നല്ല സംഖ്യയില് ಇದಕ್ಕೆ ನೀವೆಲ್ಲರೂ ಬಂದು ಎತ್ತೋನು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಮುಸ್ಲಿಂ ಉಮ್ಮತ್ತಿಗೆ ಇಜ್ಜತ್ ತಂತ ಅನುಗ್ರಹಿಕಟ್ಟೆ. ಎಲ್ಲ ನಮ್ಮಲ್ಲಿ ಪ್ರಯಾಸದಿಂದ ಅಲ್ಲಾಹು ನಮ್ಮನ್ನ ಕಾಪು ಸಲಾಮತ್ತಾಗತ್ತೆ. ಅಲ್ಲಾಹುರ ಕುರ್ಆನ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಸುನ್ನತ್ ಅನುಸರಿಸಿ ಜೀವಿಕವು ಅಲ್ಲಾಹು ನಮಗೆ ತೌಫೀಕ್ ತಂತೆ ಅನುಗ್ರಹಿಕಟ್ಟೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಮರಿಕುಂಬೋ ಈಮಾನೋಡು ಕೂಡಿ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ಕಲಿಮತ್ ತೌಹೀದ್ ಚೊಂದು ಮರಿಕುವ ಅಲ್ಲಾಹು ನಮಗೆ ತೌಫೀಕ್ ತಂತೆ ಅನುಗ್ರಹಿಕಟ್ಟೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಮಗೆ ಮಕ್ಕಳೇ ಸ್ವಾಲಿಹಾಯ ಮಕ್ಕಳಾಗಿ ತಂತ ಅನುಗ್ರಹಿಕಟ್ಟೆ. സീക്കുകൊണ്ട് ബുദ്ധിമുട്ട് ബന്ധങ്ങളുള്ളവർ പ്രയാസ ബന്ധങ്ങളുള്ളവർ മാരകമായ ക്യാൻസർ പോലത്തെ അതേപോലത്തെ കിഡ്നി പോലത്തെ ഞങ്ങൾ ഈ പള്ളിയുടെ മുട്ടുള്ള ഫ്ലാറ്റ് സഹോദരൻ മാരകമായി സീക്കുകൊണ്ട് പ്രയാസം സാഫിയ റബ്ബോ അവന്റെ കുദ്റത്ത് കൊണ്ട് അതിലേക്ക് പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അള്ളാഹു പുറത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജന്മത്തെ ആൾമാർ കടകൊണ്ട് ബുദ്ധിമുട്ട് ബന്ധങ്ങ അള്ളാഹു കടത്തെ ഹലാലായ രൂപത്തിൽ കൊടുത്തുവിടവും മരിക്കുന്ന നേരത്തേക്ക് കടയില്ലാത്ത മരണപ്പെട്ടു പോകുന്ന അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുന്ന അള്ളാഹുവേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ട നരകത്ത് ഒരു കൂട്ട സ്വർഗ്ഗത്ത് പോകുമ്പോ ആ സ്വർഗ്ഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് നബിമാരെ കൂടെ സിദ്ദീഖീങ്ങളെ കൂടെ സുഹദായികളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാരായിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയാനകമായ നരകത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. അതേപോലെ മുസ്ലിം സമുദായത്തെ ഉമ്മത്തിലെ സഹോദരന്മാർ ഇന്നും അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അങ്ങനെ കുടുംബ പ്രയാസ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാവർക്കും പരിപൂർണമായി ന്യായത്തെ കൊടുത്തിട്ട് എത്ര വേഗ അങ്ങനെ ബന്ധനത്തിന് മുക്താവും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കുടുംബത്തെ ബന്ധ ഒട്ടിಗೆ ಸೇರಕ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.